ഒരു ഹൈന്ദവ സഹോദരിയുടെ സാക്ഷ്യമാണ്. ഇപ്പം ഇന്നത്തെ സാക്ഷ്യത്തിൽ നിങ്ങൾ കണ്ടില്ലേ, പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് ഗവൺമെൻറ് പോലും 10,000 രൂപ കൊടുക്കാൻ വല്ലാതെ വൈകി. സർക്കാരുമില്ല, സമൂഹമില്ലാതെ വിഷമിച്ച ഒരു കാലം. അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി ചെയ്തു. പരിശുദ്ധ അമ്മ വഴി അവർക്ക് പിന്നെ സർക്കാർ സഹായം കിട്ടി, പിന്നെ സുഹൃത്തുക്കളുടെ സഹായം കിട്ടി. 10-50 ദിവസത്തിനുള്ളിൽ പുതിയ വീടും കിട്ടി. ഈ വീടില്ലാതെ ഇരിക്കണത് വലിയ വേദനയാണ്. വീടില്ലെന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ എടുത്ത വായിക്കും, ചോദിക്കും സ്ഥലമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായി അവർ 60% ആൾക്കാരും പറയും സ്ഥലമില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ എന്നാ ചെയ്യും? സ്ഥലത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കും. കാര്യം ദൈവത്തിൻ്റെ കയ്യിലെ ആദ്യം മുതലേ ഉള്ള ഒരു അടിസ്ഥാന പ്രശ്നമാണ് ആഹാരവും സ്ഥലവുമൊക്കെ. ജീവിക്കാൻ സ്ഥലമില്ലാണ്ടിരിക്കുന്ന സമയത്താണ് ഉടമ്പടി വരണത്. സ്ഥലമെല്ലാം നഷ്ടപ്പെട്ടു പോയായിരുന്നു, വസിക്കാനുള്ള ഇടം നഷ്ടപ്പെട്ടു പോയായിരുന്നു. പ്രളയം കയറി. നോഹിൻ്റെ കാലത്ത് എല്ലാം വെള്ളത്തിനടിയിലായി. ജീവജാലങ്ങൾ വരെ ചീഞ്ഞു പോയായിരുന്നു, സ്ഥലമില്ലാണ്ട് പോയായിരുന്നു. പിന്നെ സ്ഥലമുണ്ടോ എന്നറിയാൻ, കർത്താവ് തന്ന സ്ഥലമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ആദ്യം നോഹ് പെട്ടകത്തിൽ നിന്ന് പക്ഷിയെ വിടുന്നത്. അവസാനം ഒരു പ്രാവിനെ വിട്ടപ്പോൾ സ്ഥലമുണ്ടെന്ന് മനസ്സിലായി. സ്ഥലം വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ നിന്നൊരു ഒലിവിൻ്റെ കമ്പും കൊത്തിക്കൊണ്ട് പെട്ടകത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് ജീവിക്കാനുള്ള ഇടം ഭൂമിയിൽ കർത്താവ് ഒരുക്കി എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് ജോയ്സൻ ബ്രദർ ആ സാക്ഷ്യം കേട്ടപ്പോൾ നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞത്. ആകാശത്തെയും സ്ഥലത്തെയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിൽ. ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സ്ഥലമാണ് അല്ലേ? 121 സങ്കീർത്തനം എന്താ പറയണത്? നമ്മുടെ സഹായം പറഞ്ഞേ, നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിൽ. അപ്പം സ്ഥലം അതിൻ്റെ ബോർഡർ പെർസ്പെക്റ്റീവിലെ ഒരു ഇടമാണ്. ഇടമില്ലാത്ത അവസ്ഥ, സൗകര്യമില്ലാത്ത അവസ്ഥ, ബാത്റൂമിൽ പോലും വെള്ളം കയറി മുങ്ങിയിട്ട് പ്രാഥമികങ്ങളെല്ലാം പ്രതിസന്ധിയിലാകുന്ന ഒരവസ്ഥയില്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുകയും അത്തരം പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരേക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഒന്നും നിസ്സാരമല്ല. കൃപാസനൻ ലോകത്തോട് പറയണത് എന്താണ്? ജീവിതത്തിലൊന്നും നിസ്സാരമല്ല എന്നാണ്. കൃപാസനം വഴി ദൈവം എന്താണ് ലോകത്തോട് പറയണത്? ഈ ജീവിതത്തിൽ ഒന്നും നിസ്സാരമല്ലെങ്കിൽ എത്ര നിസ്സാരമായ കാര്യമായാലും നിന്നെ സന്ധിക്കാൻ അവസാനം വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും.